ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നാടൻ രീതിയിലുള്ള പഴംപൊരിയാണ്. പഴംപൊരി ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പഴംപൊരി ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് 1 കിലോ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് എപ്പോഴും നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. അപ്പോൾ അത് വെച്ച് ചെയ്യുന്ന പഴംപൊരി നല്ല വേറെ തന്നെ ഒരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ പഴുപ്പ് കുറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈദമാവിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഴംപൊരിക്ക്. ഇനി നമുക്ക് മധുരത്തിന് ഞാനിവിടെ 1/2 കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 ഏലക്ക ഇട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു വരും പഞ്ചസാര. പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴംപൊരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പഴത്തിന് എല്ലാം ഇതുപോലെ തന്നെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പഴത്തിനെ ഏകദേശം ഒരു 5 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് നീളമുള്ള പഴമൊക്കെ ആണെങ്കിൽ 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 പീസോളം കിട്ടും ഒരു പഴത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ ഹോട്ടലിലൊക്കെ നമുക്ക് സാധാരണ ഇതുപോലെ നീളത്തിലുള്ള പഴംപൊരിയാണ് വാങ്ങിക്കാനായിട്ട് കിട്ടാറ്. അതുപോലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴം ആണെങ്കിൽ കുറച്ചുകൂടി തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം, ഏലക്കയും കൂടിയിട്ട്. അപ്പോൾ പൊടിക്കാതെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടി കയ്യിലുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഏലക്കയുടെ പൊടി ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. നമ്മുടെ മൈദമാവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഫുഡ് കളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് മതിയാകും. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏകദേശം ആദ്യം ഫസ്റ്റ് ഞാൻ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത്. പിന്നെ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ മധുരവും അതുപോലെ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസാവാൻ പാടില്ല. അങ്ങനെ ലൂസാവുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡ, ദോശമാവ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും തന്നെ നമുക്ക് നന്നായിട്ട് പൊങ്ങിക്കിട്ടും മുട്ട ചേർത്തുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരോ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് മുക്കിയെടുക്കുക. അതിന് ശേഷം നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 1/2 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ പീസസ് ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്തുനിന്ന് പഠിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, നല്ല ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ സാധാരണ ചിലരൊന്നും കളർ ചേർക്കാതെ വെളുത്തിട്ടാണ് പഴംപൊരി ഇരിക്കാറ്. ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊന്നും വരില്ല. ജസ്റ്റ് ഒരു മഞ്ഞളിൻ്റെ കളർ മാത്രമേ ഉണ്ടാവൂ. അല്ലാതെ മഞ്ഞൾ ചേർത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കഴിക്കുന്ന ടൈമിൽ ഒട്ടും തന്നെ മനസ്സിലാവില്ല. മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റും ഈ ഒരു പഴംപൊരിക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കളർ താല്പര്യമുള്ളവർക്ക് കളർ ചേർക്കാം. ഒരിക്കലും എണ്ണ നന്നായി ചൂടാവാതെ ഇട്ട് കഴിഞ്ഞാൽ പഴംപൊരി നന്നായിട്ട് തന്നെ എണ്ണ കുടിച്ചിട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബാച്ചിൽ 3 എണ്ണമായിട്ടാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൽ വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഉള്ളിൽ ജസ്റ്റ് മൈദയുടെ കോട്ടിങ് മാത്രമേ ഉള്ളൂ. അതൊരു ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ചേർക്കാം. അപ്പം ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പഴംപൊരി റെസിപ്പി ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇതുപോലെയെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യാറെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്